പഴയകാല ഓർമ്മകളിലേക്ക് വെളിച്ചം വീശുന്ന ഉപകരണത്തെ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ പഴയ മച്ചിൻപുറത്ത് തപ്പിയാൽ ഇത് നിങ്ങൾ കണ്ടു എന്ന് വരാം. മച്ചിൻപുറം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ലായിരിക്കും. പണ്ട് കാലത്ത് വീടുകൾക്ക് തട്ടിൻപുറങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിലായിരുന്നു പഴയ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നത്. പണ്ടത്തെ സാറ്റ് കളിക്കുമ്പോൾ പലരും മച്ചിൻപുറത്ത് കയറി ഒളിച്ചിരിക്കുമായിരുന്നു. സാറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ഹൈഡ് ആൻഡ് സീക്ക് കളിയാണ്. അതുപോലെ കുട്ടികൾ മാതാപിതാക്കന്മാരിൽ നിന്ന് അടി കിട്ടാതെ രക്ഷപ്പെട്ടിരുന്നത് മച്ചിൻപുറം ഉള്ളതുകൊണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറയുമായിരുന്നു, എപ്പോഴെങ്കിലും നീ ഇറങ്ങി വരുമല്ലോ, അപ്പോൾ നിനക്കുള്ള സമ്മാനം തരാമെന്ന്. എന്നാൽ പിന്നീട് അച്ഛൻ്റെ ദേഷ്യം മാറുകയും അടിയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. നിലം തല്ലി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പേര് പോലെ മുറ്റം ഒരുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണിത്. നിലം തല്ലിയാണ് ഇത് ഒരുക്കുന്നത്. പണ്ട് കാലത്ത് വലിയ മുറ്റങ്ങൾ ഉണ്ടായിരുന്നു. കൊയ്ത്തിനു മുമ്പ് മുറ്റം ശരിയാക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. മുറ്റം ഒരുക്കുന്നതിന് മുമ്പ് നിലം തല്ലി വെള്ളത്തിലിട്ട് വയ്ക്കും. പിന്നീട് മണ്ണ് ഇടഞ്ഞ് മണ്ണ് കുഴച്ച് നിലം പൊത്തും. അതിനുശേഷമാണ് നിലം അഥവാ മുറ്റം തല്ലുന്നത്. നിലം തല്ലുമ്പോൾ അഥവാ അടിക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ചല്ല തല്ലുന്നത്. ഒരാൾ തല്ലി അടുത്തയാൾ തല്ലി, അങ്ങനെ ഒരു പ്രത്യേക താളത്തിലാണ് തല്ലുന്നത്. കുട്ടികളായിരുന്ന ഞങ്ങൾക്ക് അത് കാണുന്നത് വലിയ രസമുള്ള കാര്യമായിരുന്നു. അന്ന് എല്ലാ വീടുകൾക്കും വലിയ മുറ്റങ്ങളുണ്ടായിരുന്നു. ഇന്ന് വീടുകൾക്ക് ചെറിയ മുറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. മുറ്റമടിക്കുക എന്നത് വലിയ ടാസ്ക്കായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. എന്തിനായിരുന്നു വലിയ മുറ്റങ്ങൾ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. പണ്ട് കാലത്ത് നെല്ല് ശേഖരിച്ച് വെക്കുന്നതിനാണിത്. അന്ന് പാടശേഖരത്തിൽ നിന്ന് കറ്റകൾ കൊണ്ടുവച്ചിരുന്നത് മുറ്റത്തായിരുന്നു. കറ്റകൾ അട്ടിയായി മുറ്റത്ത് അടുക്കി വെക്കും. പിന്നീട് കറ്റ തല്ലി നെല്ല് ശേഖരിച്ച് നടുമുറ്റത്ത് കൂട്ടിവെക്കും. പിന്നീട് നെല്ല് ചിക്കി വെയിൽ കൊള്ളിച്ച് പുഴുങ്ങി കുത്തി നെല്ല് കുത്തിയെടുക്കും. മാത്രം അധ്വാനമായിരുന്നു നമ്മുടെ പിതാക്കന്മാർ ചെയ്തിരുന്നത്. ഇന്ന് ഇത് വെറും ഓർമ്മകൾ മാത്രം. നിലംതല്ലികൾ പല വലുപ്പത്തിൽ ഉള്ളവ ഉണ്ടായിരുന്നു. മൺതിട്ടകൾ ഒരുക്കാൻ ചെറിയ നിലംതല്ലികളാണ് ഉപയോഗിച്ചിരുന്നത്. ഇത് ഇടിതടി എന്ന ഉപകരണം ഉപയോഗിച്ച് ഒന്ന് നിലമൊരുക്കിയ ശേഷമാണ് മൺതിട്ടകൾ ഉണ്ടാക്കുന്നത്. നല്ല കായിക ബലം വേണ്ട ഒരു ജോലിയായിരുന്നു നിലം തല്ലുക എന്നത്. ജിമ്മിൽ പോകാതെ തന്നെ നമ്മുടെ കൊഴുപ്പും ഊർജ്ജവും കളയാൻ പറ്റിയ അധ്വാനം. നിലമൊരുക്കിയ ശേഷം ചാണകം മെഴുകി വൃത്തിയാക്കും. പിന്നീട് ഇത് വെയിൽ കൊണ്ട് ഉണക്കിയ ശേഷമാണ് കറ്റ അടുക്കുന്നത്. പണ്ട് കാലത്ത് വീടുകളെ വേർതിരിക്കുന്നത് കയ്യാലകളായിരുന്നു. കയ്യാലകൾ അതിരുകളായിരുന്നു. കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പരീക്ഷയ്ക്ക് നന്നായി പഠിക്കാതെ പരീക്ഷ എഴുതുന്ന കുട്ടികളെ പരിഹസിക്കാൻ മാതാപിതാക്കൾ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. കയ്യാലകൾക്കിടയിലുള്ള വഴിക്ക് ഇടവഴി എന്നാണ് വിളിക്കുന്നത്. വിശാലമല്ലാത്ത ചെറിയ നടപ്പാതകൾ ആണിത്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ സഞ്ചരിച്ചിരുന്ന പാതകളാണിത്. ഇടവഴി, ചെറുവഴി, നടവഴി എന്നൊക്കെ ഇതിനെ വിളിച്ചിരുന്നു. നിലംതല്ലിയെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.